Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലി അർബൻ സഹകരണ സംഘം തട്ടിപ്പ് വിഷയത്തിൽ പണം നഷ്ടമായ നിക്ഷേപകർക്കൊപ്പമുണ്ടാകുമെന്ന് റോജി എം ജോൺ MLA. നിക്ഷേപക സംരക്ഷണ സമിതി ഭാരവാഹികളോടൊപ്പം സഹകരണ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകാൻ അവസരമൊരുക്കുമെന്നും MLA ഉറപ്പു നൽകി. അങ്കമാലി അർബൻ സഹകരണ സംഘം തട്ടിപ്പ് വിഷയത്തിൽ MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ഇടപെടുന്നില്ല എന്ന പരാതിക്ക് പരിഹാരമായി സഹകരണ സംഘം ഹെഡ് ഓഫീസിന് മുൻപിൽ സംരക്ഷണ സമിതി നടത്തിവരുന്ന സത്യാഗ്രഹ സമരത്തിന്റെ 4ാം ദിവസ സമരം ഉദ്ഘാടനം ചെയ്യാൻ റോജി എം ജോൺ MLA എത്തി. അടുത്ത ദിവസം ബെന്നി ബെഹന്നാൻ MPയും സമരവേദിയിലെത്തുമെന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. 4ാം ദിവസ സമരം ഉദ്ഘാടനം ചെയ്ത റോജി എം ജോൺ MLA PT പോളിന്റെ മരണത്തിന് ശേഷമുള്ള വിഷയങ്ങളുടെ നാൾവഴികൾ വിശദീകരിച്ചു. കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന സഹകരണ സംഘങ്ങൾ അങ്കമാലി പ്രദേശത്ത് വേറെയുമുണ്ട്. അവിടെയെല്ലാം ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടിയുമായി കൂടിയാലോചന ഉണ്ടാകാറുണ്ട്. എന്നാൽ അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ തെരഞ്ഞെടുപ്പ് പോലും നടക്കാറില്ലെന്ന് MLA ചൂണ്ടിക്കാട്ടി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന വികാരങ്ങളും നിങ്ങളുടെ ആശങ്കകളും ഒക്കെ അത് 100% ഞാനത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ആ ആശങ്കയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു MLA എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതൊക്കെ വ്യക്തിപരമായിട്ടൊന്നും കാണുന്ന ആളല്ല. ഞാൻ ആ വിമർശനങ്ങളെ ഗൗരവമായിട്ട് അത് പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാൻ മനസ്സുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അതിൻ്റെ പേരിൽ തോമസ് ചേട്ടനോടോ യോഹന്നാൻ ചേട്ടനോടോ ഇവിടെ ഇരിക്കുന്ന ഒരാളോടും എനിക്ക് അതിൻ്റെ പേരിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധവും ഇല്ല. എൻ്റെ സ്വഭാവശുദ്ധിയെക്കുറിച്ചൊന്നും അല്ലല്ലോ വിമർശിച്ചത്. അത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവിടെയൊക്കെ ഉന്നയിച്ചത്. അത് ഞാനത് മനസ്സിലാക്കുന്ന ആളാണ്, അത് പൂർണ്ണമായും മനസ്സിലാക്കുന്ന ആളാണ്. ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളത് വ്യക്തമായി പോകണം. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ PT പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരുന്നു, കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. ആർക്കും അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. നമ്മളത് ആരും ഒരിക്കലും അതല്ലാതെ പറയത്തുമില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവ് തന്നെയായിരുന്നു, അദ്ദേഹം ബാങ്കിന്റെ പ്രസിഡന്റായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പല സഹകരണ സംഘങ്ങളും അത് ചില ആളുകളുടെ ഒരു കുടുംബ സ്വത്ത് പോലെ അത് കൈയടക്കി വെച്ച് കൊണ്ടു നടക്കുന്ന ഒരു രീതി അത് കാലാകാലങ്ങളായിട്ടുണ്ട് എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോ ശ്രീ സെബാസ്റ്റ്യൻ ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് കറുകുറ്റിയില് അവിടെ 2 സഹകരണ സംഘങ്ങളുണ്ട്. ഒരെണ്ണം CPMന്റെ നിയന്ത്രണത്തിലുള്ള സംഘം, മറ്റൊന്ന് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള സംഘം എന്ന് വേണേൽ പറയാം. രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് വളച്ചുകെട്ടില്ലാണ്ട് നമുക്ക് തുറന്നു പറയാമല്ലോ. അവിടെ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള സംഘത്തിൽ ചെറിയാക്കുച്ചേട്ടൻ ഇരിക്കുന്നു, മലയാറ്റൂരും അങ്ങനെ ഒരു സംഘമുണ്ട്. ഈ ഇരിക്കുന്ന സെബാസ്റ്റ്യൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ്. കരയാമ്പറമ്പ് സർവീസ് സഹകരണ ബാങ്കില് 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആലോചിക്കും. അവിടെ ഒരു പാർട്ടി സംവിധാനം ഉണ്ടാവും. അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഭാരവാഹികളായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് അതില് ഡയറക്ടർ ബോർഡിലേക്ക് സ്ഥാനാർത്ഥികളായി ആര് വരണം എന്ന് അവരെല്ലാവരോട് കൂടി ആലോചിച്ച് ഞങ്ങളുടെയൊക്കെ അറിവോട് കൂടിയിട്ടാണ്, ഞങ്ങളുടെയൊക്കെ അറിവോടുകൂടി ഞങ്ങളുടെയൊക്കെ സമൂഹത്തോടു കൂടി ആ തെരഞ്ഞെടുപ്പില് പാർട്ടി എന്ന നിലയിൽ തന്നെ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് വിജയിച്ച് ആ ഭരണസമിതി മുന്നോട്ട് പോവുകയാണ്. മലയാറ്റൂര് ചെറിയാക്കുച്ചേട്ടൻ അറിയാം. ഞങ്ങളൊക്കെ കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് അതെല്ലാം തീരുമാനിച്ച് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞാൻ എൻ്റെ കഴിഞ്ഞ 8 വർഷത്തെ അനുഭവത്തിലാണ് പറയുന്നത്. അതിനു മുമ്പ് അങ്ങനെയൊക്കെ തന്നെയാണ്. അത് കൂടി ആലോചിച്ച് സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിച്ച് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ നിർഭാഗ്യവശാൽ അങ്കമാലി അർബൻ സഹകരണ സംഘത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നതുപോലും പലപ്പോഴും ഞങ്ങൾ അറിയാറില്ല. തെരഞ്ഞെടുപ്പ് നടക്കാറുമില്ല. അതാണ് അതിനകത്ത് വിചിത്രമായിട്ടുള്ള കാര്യം.
തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അർബൻ സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പ് ഞെട്ടിക്കുന്നതാണ്. PT പോളിന്റെ മരണം സഹകാരികളിലും പൊതുജനങ്ങളിലും സഹകരണ സംഘത്തെ സംബന്ധിച്ച് ഒട്ടേറെ സംശയങ്ങളുണ്ടാക്കി. ഇതേക്കുറിച്ച് ജോയിന്റ് രജിസ്ട്രാറിനോട് അന്വേഷിച്ചപ്പോൾ സംഘത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലെന്നും കൃത്യമായ ഓഡിറ്റ് നടക്കാറുണ്ടെന്നുമുള്ള മറുപടിയാണ് ലഭിച്ചതെന്നും റോജി എം ജോൺ MLA പറഞ്ഞു. അന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ ബോഡി ഞങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഞങ്ങൾ അതുവരെ ആ സമയം മരണം നടന്ന സമയം തുടങ്ങി ഞങ്ങൾ അതിനോടൊപ്പം ഉണ്ട്. അപ്പൊ ഞങ്ങള് ആ ബോഡി സമയത്താണ് രാത്രിയിൽ മോർച്ചറിയിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടത്തിന് എടുക്കുള്ളൂ. അപ്പൊ രാത്രിയിൽ മോർച്ചറി അപ്പൊ ഇങ്ങനെ ആ സമയത്തോടെ ആളുകളെല്ലാം പലരും സംസാരം തുടങ്ങി. സാമ്പത്തിക പ്രശ്നമുണ്ട്, ബാങ്ക് പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് അങ്ങനെ ഒരു ആശങ്ക വന്നു കഴിഞ്ഞപ്പോ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണമല്ലോ. ഞാൻ ആ കളമശ്ശേരി ആശുപത്രിയിൽ വെച്ച് മോർച്ചറിക്ക് മുമ്പിൽ നിന്ന്, മോർച്ചറിയിൽ ബോഡി വെച്ചതിന് ശേഷം അവിടെ മുമ്പിൽ നിന്ന് എൻ്റെ കൂടെ പാർട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന വേറെ ചില ആളുകളും, ഞാൻ ഇവിടെ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട സഹകരണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥനെ ജോയിന്റ് രജിസ്ട്രാറിനെ ഞാൻ നേരിട്ട് വിളിക്കുകയാണ് അവിടെ വെച്ച് രാത്രിയിൽ. അതെ. അപ്പോ ജോയിന്റ് രജിസ്ട്രാറിനെ ഞാൻ നേരിട്ട് വിളിക്കുകയാണ്. ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പൊ ഞാൻ വിളിച്ചപ്പോ തന്നെ അദ്ദേഹം മരണവിവരം അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ പലതരത്തിലുള്ള സംസാരങ്ങൾ വരുന്നു, ബാങ്കില് ഇഷ്യൂസ് ഉണ്ടെന്നാണ് പല ആളുകളും ആശങ്ക പറയുന്നത്. നിങ്ങൾ പരിശോധനയൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക് ഇതാണ്, MLA അവിടെ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ കൃത്യമായി പരിശോധന നടത്തുന്നതല്ലേ, ഓഡിറ്റ് നടത്തുന്നതല്ലേ, ഇൻസ്പെക്ഷൻ നടത്തുന്നതല്ലേ, ഞങ്ങൾക്ക് കൃത്യമായ റിപ്പോർട്ടുകൾ ഞങ്ങളുടെ കയ്യിലുള്ളതാണ്. ഒരു പ്രശ്നവും ഇതുവരെ ഉള്ളതായിട്ട് അവിടെ ബാങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളതായിട്ട് ഞങ്ങളുടെ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമുക്ക് സന്തോഷം. ഞാൻ ചോദിച്ചു, ഉറപ്പാണ് ആളുകൾ അതൊക്കെ പറയുന്നുണ്ട്, കാരണം എനിക്ക് ആളുകളോട് സമാധാനം പറയണം, അതിനുവേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് പോളിനെ അറിയില്ലേ, നിങ്ങൾക്കൊക്കെ പോളിനെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളല്ലേ പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി കൊണ്ടുനടക്കുന്ന ഒരാളാണ്. ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് കൃത്യമായ റിപ്പോർട്ടുകൾ, ഞങ്ങൾ കൃത്യമായ പരിശോധനയൊക്കെ നടത്തിയിട്ടുള്ളതാണ്, ഒരാശങ്കയും വേണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവിടെ വന്നവരോട് പറഞ്ഞു, ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രശ്നമില്ലാതാണ് പറഞ്ഞിരിക്കുന്നത്, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇനി എന്തായാലും പോസ്റ്റ്മോർട്ടമൊക്കെ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം കിടക്കുക, അതൊക്കെ നടക്കട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം, എന്തായാലും ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ലാന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളെ ജോയിന്റ് രജിസ്ട്രാറിനെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് പോകുന്നു. അതാണ് ഇപ്പൊ സ്വാഭാവികമായും പിറ്റേ ദിവസം ഇവിടെ മൃതസംസ്കാരമൊക്കെ കഴിഞ്ഞു, അനുശോചന യോഗം ചേർന്നു. അപ്പൊ അനുശോചന യോഗം ചേർന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഈ കാര്യം, കാരണം അവിടെ അന്നേരം ആളുകളുടെ ഇടയിൽ ആശങ്കയുണ്ട് പല ആളുകൾ, ഞാൻ ഈ കാര്യം അവിടെ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ് ഇതാണ്, അവിടെ വേറെ മറ്റു ആശങ്കകളൊന്നുമില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, നിക്ഷേപകർക്കൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ അനുശോചന യോഗത്തിൽ പറഞ്ഞു. ഞാൻ അനുശോചന യോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സൗകര്യപ്രദമായിട്ട് കുറച്ച് ആളുകൾ അതിനകത്ത് ഈ ജോയിന്റ് രജിസ്ട്രാറും സഹകരണ വകുപ്പും പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളത് മാറ്റിയിട്ട് MLA പറഞ്ഞു എന്നാക്കി. അത് വിഷമം ഉണ്ടാക്കരുത്. ഞാൻ അനുശോചന യോഗത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് വ്യക്തമായിട്ട്, കാരണം അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ വന്നിട്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ലാന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ അനുശോചന യോഗത്തിൽ പറഞ്ഞത്, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മളെ ഇങ്ങനെയാണ് അറിയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അത് ഞാൻ അനുശോചന യോഗത്തിൽ ഞാൻ അറിയിച്ചു എന്നുള്ളത് സത്യമാണ്. മനസ്സിലായോ? പക്ഷെ ചില ആളുകൾ പിന്നീട് അതിന് ശേഷം പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, പിന്നെ അവിടെ എല്ലാവരുടെയും പൈസ തിരിച്ചു തരുമെന്ന് MLA പറഞ്ഞു എന്നാണ്. പിന്നെ അത് വളച്ചൊടിച്ചെന്നുള്ളത് സത്യമാണ്. അതിനകത്ത് അവരുടെ താല്പര്യങ്ങളുണ്ടോ, അതൊക്കെ ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് വരാതില്ല. അപ്പൊ ഞാൻ ഇതാണ് സംഭവിച്ചത്. സംഘം ഭരണസമിതിയിൽ കോൺഗ്രസുകാരുമുണ്ട്, പാർട്ടിയിൽ നിന്ന് ആജീവനാന്തം പുറത്താക്കപ്പെട്ടവരുമുണ്ട്. അവിയൽ പരുവത്തിലുള്ള ഒരു ഭരണസമിതിയാണ് സംഘത്തിലേത്. തട്ടിപ്പ് നടത്തിയവർ ഏതു പാർട്ടിക്കാരായാലും അവർക്കെതിരെ കർശന നടപടിയുണ്ടാകണം.
ജോയിന്റ് രജിസ്ട്രാറിന്റെ 65 റിപ്പോർട്ട് ചില ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ളതാണ്. നിക്ഷേപകരുടെ മുഴുവൻ പണവും തിരികെ ലഭിക്കും വരെ സംരക്ഷണ സമിതിക്കൊപ്പമുണ്ടാകുമെന്നും MLA വ്യക്തമാക്കി. അഡ്വക്കേറ്റ് ചാർലി പോൾ മുഖ്യ പ്രഭാഷണം നടത്തി. അതിഭീകരമായ തട്ടിപ്പാണ് അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടന്നിരിക്കുന്നതെന്ന് ചാർലി പോൾ പറഞ്ഞു. പാവപ്പെട്ടവർ വിയർപ്പൊഴുക്കി സമ്പാദിച്ച പണമാണ് ചിലർ തട്ടിയെടുത്ത് പുട്ടടിച്ചത്. കൊള്ള നടത്തിയവരുടെ 7 തലമുറ വരെ ഇതിന്റെ പാപഫലം അനുഭവിക്കേണ്ടി വരുമെന്നും ചാർലി പോൾ പറഞ്ഞു. നമ്മൾ ചിതൽപുറ്റു പോലെയാണ്. നമ്മൾ പൊട്ടത്ത് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ചിതൽ അകത്തേക്ക് ഇല്ലാന്ന് കഴിക്കും. പിന്നെ നമ്മൾ തുറന്നു നോക്കുമ്പോഴാണ് മൊത്തം പൊള്ളയായിപ്പോയി. അത്ര ഗുരുതരമായ രീതിയിലാണ്. നമ്മൾ കരുവന്നൂർ ബാങ്കിന്റെ ഒരു വിഷയം കണ്ടില്ലേ, എങ്ങനെ മനുഷ്യന് ഇതുപോലെയൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ വരുന്നു. കർമ്മഫലം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. തലമുറകൾ അനുഭവിക്കേണ്ടി വരും. പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ ശാപം എന്ന് പറയുന്നത് ചെറിയ വസ്തുവല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കർമ്മഫലത്തെ കുറിച്ച് പറയുന്നത്. അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ആരനുഭവിക്കും? അവനവൻ തന്നെ, മറ്റൊരാളും തന്നെ അനുഭവിക്കുക. അതുകൊണ്ട് അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മളൊക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. ഇവിടെ ഇരിക്കുന്ന പല ചാക്കോ സാറുടെ ഇരിപ്പുണ്ട്, DSP ആയിരുന്നു, സുഹൃത്താണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരുപാട് മനുഷ്യരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ഈ പണം ഇടുന്നത്. അല്ലെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് അതുപോലെ വരില്ല. ഇതിനേക്കാൾ മികച്ച കോപ്പറേറ്റീവ് ബാങ്കുകൾ പലതും ഉണ്ട്. പലരും പ്രശ്നത്തിലാണ് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ കൂടിയും ഇതൊരു വിശ്വാസമാണ്. വിശ്വാസമല്ലേ എല്ലാം. ആ വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും അധികം വില കൊടുത്ത് നിലനിർത്തേണ്ടതും വിജയിപ്പിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ് ഇത്. മനുഷ്യനിലുള്ള വിശ്വാസം, ഒരു ബാങ്കിലുള്ള വിശ്വാസം, ഭാര്യയിലുള്ള വിശ്വാസം, ഭർത്താവിനുള്ള വിശ്വാസം, അല്ലെങ്കിൽ മറ്റു മനുഷ്യരുടെ വിശ്വാസം, അത് നഷ്ടപ്പെടുന്നതോടുകൂടി ആ പ്രസ്ഥാനത്തിന്റെ അധോഗതിയാണ്. ഇനി ഒരു കാലത്തും നമുക്ക് ഈ ബാങ്കിനെ പൊക്കിയെടുക്കാൻ സാധിക്കില്ല. ആ വിശ്വസിച്ചതിനകത്ത് പണം ഇടും. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാരുണ്ട്, അറിഞ്ഞോ അറിയാതെയോ അവരൊക്കെ ഇതിനകത്ത് പങ്കാളികളായി മാറി. ആ കുടുംബങ്ങൾ ഉൾപ്പെടെ എത്ര കുടുംബങ്ങളുടെയാണ്. നിങ്ങളൊക്കെ കരുവന്നൂരിലെ എടുത്തു നോക്കിയാൽ ഈ ഇലക്ഷനൊക്കെ അത് അതിശക്തമായി ബാധിച്ചു. കാരണം പാവപ്പെട്ട മനുഷ്യൻ അവന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന്, ഒന്നെങ്കിൽ മക്കളെ കെട്ടിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ഥലം മേടിക്കാനായിട്ട്, ഭാവിയുടെ കരുതലിന്റെ പേരിലായിക്കോട്ടെ, ഒരുപക്ഷെ റിട്ടയർ ചെയ്ത, ഞാൻ മനസ്സിലാക്കുന്നത് ചാക്കോച്ചോടെ കൂടെ ഇരുമുണ്ട് മംഗളത്തിന്റെ, ആ റിട്ടയർ ചെയ്ത പണമാണ് ജോളിയുടെ ഭർത്താവിനിക്കൊണ്ട്. ഒരുപാട് പേര് അവരുടെ റിട്ടയർമെന്റ് തുക എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, മക്കളെ കെട്ടിക്കാനാകാൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിക്ഷേപിച്ചതാ, അല്ലാതെ എക്സസ് മണി കൊണ്ടുവന്നിട്ടതൊന്നുമല്ല. അത്രമാത്രം നൊമ്പരവും വേദനവും പ്രയാസവും ഉണ്ട്. ആ തുകയൊക്കെ താഴ്ന്നു പോയി എന്ന് പറയുന്നത് 1-2 രൂപയല്ല, നമ്മുടെ ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ച തുകയാണ്. ഒരു പെൻഷൻ പറ്റിയ ആളെന്ന് പറഞ്ഞാൽ അയാൾ 35, 40, 50 കൊല്ലം ജോലി എടുത്തിട്ട് അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായി കിട്ടിയ തുകയാണ്. അതൊക്കെ ഒരു ലാഘവുമില്ലാതെ എടുത്ത് പൊട്ടടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആരായാലും, ഏത് പൊന്നുമോനായാലും കാലാകാലങ്ങളോളം അവന്റെ തലമുറ അനുഭവിക്കുക തന്നെ ചെയ്യും. ഒരു തലമുറ മാത്രമല്ല, 7 തലമുറ അനുഭവിക്കുന്ന പറഞ്ഞു. 7 തലമുറ അനുഭവിക്കും. നമ്മൾ എടുത്തു നോക്കിയാൽ ചിലയിടത്തൊക്കെ അനുഭവങ്ങളുടെ ഇത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്നതിൽ നമുക്ക് സന്തോഷം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇത് കേൾക്കുന്നവരും അറിയുന്നവരും അവിടെ തലമുറകൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ആ തുക കൊണ്ടൊന്നൊക്കെ ബാങ്കിൽ നിക്ഷേപിച്ച് പാവപ്പെട്ടവന്റെ കണ്ണീർ ഒപ്പിയില്ലെങ്കിൽ ഈ കണ്ണീരിന്റെ ശാപം തലമുറകളുടെ ബാധിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാവരും കണക്കായിരുന്നു. കോൺഗ്രസ്സുകാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരാണ് അതിഭീകരമായി കട്ടവർ. അപ്പൊ കരുവന്നൂരിന് എടുത്തു നോക്കിയ 300 കോടിയിലധികം രൂപയാണ് ഈ പാവപ്പെട്ടവന്റെ തുക ഒരു ഒഴുപ്പും കൂടാതെ എടുത്ത് പ്രയോഗിച്ചത്. നമ്മളൊരു 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് 10 രൂപ ചെലവാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദണ്ണം ഉണ്ടാവും. ഈ വെറുതെ പുട്ടടിക്കാൻ വേണ്ടി എടുക്കുന്നവർ യാതൊരു ദണ്ണവുമില്ല. എല്ലാവരും ധരിച്ചിരുന്നത് കുഴപ്പമൊന്നുമില്ല, വെട്ടി വിഴുങ്ങാന്ന് വിചാരിച്ചിരുന്നത്. അത്ര എളുപ്പത്തിൽ തീരാവുന്ന വിഷയമൊന്നുമല്ല. നമ്മളിതിലൊക്കെ കണക്ക് പറയേണ്ടി വരും. കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്, നീ എടുക്കുന്ന ഓരോ തുകയ്ക്കും കണക്ക് ഇവിടെ ബോധിപ്പിക്കേണ്ടി വരും. തമ്പരാന്റെ മുമ്പിൽ മാത്രമല്ല, ജനങ്ങളുടെ മുമ്പിലും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിക്ഷേപക സംരക്ഷണ സമിതി പ്രസിഡന്റ് PA തോമസ് അധ്യക്ഷനായിരുന്നു. സമിതി വൈസ് പ്രസിഡന്റ് CP സെബാസ്റ്റ്യൻ, സെക്രട്ടറി യോഹന്നാൻ കൂരൻ, ട്രഷറർ മാർട്ടിൻ മൂഞ്ഞേലി, സമിതി ഭാരവാഹികളായ പൗലോസ് വടക്കുംചേരി, KV മാത്യു, ജോസ് സെബാസ്റ്റ്യൻ, ചെറിയാക്കു കൊറ്റമം, വിനോദ് മൂക്കന്നൂർ, ആന്റണി പുളിയനം എന്നിവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്.
ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.